അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, അള്ളാഹു തആല നമ്മുടെ മുഴുവൻ അമാലുകളെയും സ്വീകരിക്കുമാറാകട്ടെ, ഇരുലോകത്തും വിജയം നൽകട്ടെ. ഒരുപാട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അറിയിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്കോ നിങ്ങൾ കേൾക്കുക ഉപകാരമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് സഹോദരിമാര്, ഒരുപാട് പെങ്ങന്മാര്, അല്ലെങ്കിൽ അയൽവാസികളായ സഹോദരിമാര് വിവാഹം ശരിയാകുന്നില്ല, നടക്കുന്നില്ല. വിവാഹം എത്ര വന്ന് കണ്ടിട്ടും ഒരുപാടായി വയസ്സിങ്ങനെ കൂടിക്കൊണ്ട് പോകാണ്. ആ സങ്കടം ആ കുടുംബത്തിന് മാത്രമേ അറിയൂ, അവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയൂ. ആ മാതാപിതാക്കളായിരിക്കും അല്ലെങ്കിൽ ആ സഹോദരനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നിരിക്കുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ സൗന്ദര്യത്തിന്റെ പ്രശ്നം ഉണ്ടാകും, വീടിന്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ വഴി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം മുടങ്ങിപ്പോകുന്നത്. അല്ല, ഇത് മുടക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾക്ക് ഓരോ ജംഗ്ഷനിൽ ഉണ്ടാകും. അള്ളാഹു തആല അവരൊക്കെ വെറുതെ വിടൂല കേട്ടോ. അതൊക്കെ നബിതങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാര്യം അവർക്ക് മക്കൾ വരുന്നുണ്ട്, മക്കളുണ്ട്, കെട്ടിച്ചെങ്കിൽ കൊച്ചുമക്കൾ വരുന്നുണ്ട്. ഇതൊക്കെ തീർച്ചും അനുഭവിക്കും. ഓരോ കല്യാണങ്ങൾ വെറുതെ അങ്ങോട്ട് മുടക്കി കളയാം. എന്തു തന്നെ ആയാലും അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആരിഫായ സൂഫിയായ മഹാനായ ഇമാം യാഫി റഹ്മഹുല്ല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അവരോട് പറയുക. അതൊരു വൈറ്റ് പ്ലേറ്റ് എടുത്തിട്ട്, നമ്മൾ സാധാരണ ചില്ല് പൊട്ടിപ്പോകുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ആ വൈറ്റ് പ്ലേറ്റ് എടുത്ത്, വെള്ള പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് സൂറത്തു ത്വാഹ 20-ാമത്തെ അധ്യായമുണ്ട്. സൂറത്തു ത്വാഹ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സൂറത്താണ്. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അറിയുന്നവരടുത്ത് പറയുക. ഒരു ഈർക്കിളിയുടെ കഷ്ണാണെങ്കിലും മതി, ഒന്ന് ചതച്ച് തുമ്പെടുത്തിട്ട്, നിങ്ങൾക്ക് സാധാരണ ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അരി കരിച്ചത്, അല്ലെങ്കിൽ അത് മഷി ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി ശകലം പച്ചരി എടുത്തൊന്ന് പയ്യെ കരിച്ച് അത് കരിയാക്കി എടുത്താലും മതി. അതിങ്ങനെ കലക്കിയിട്ട് ഈ സൂറത്ത് മെല്ലെ മെല്ലെ എഴുതണം. അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ. കാരണം അത് അത്രത്തോളം പ്രയാസം ആ കുടുംബം അനുഭവിക്കുന്നുണ്ടാകും. അവർക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നൂല്ല. കാരണം അതേ രീതിയിൽ പ്രയാസം അവർ മാനസികമായിട്ടുണ്ട്. അപ്പോൾ ആ വെള്ള പ്ലേറ്റിലേക്ക് ഈ ഖുർആൻ മെല്ലെ എടുത്തിട്ട് എഴുതി ആ പ്ലേറ്റ് തീർന്നു കഴിയുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് കഴുകി മാറ്റുക. അങ്ങനെ ആ സൂറത്ത് മുഴുവനും എഴുതുക, ത്വാഹ സൂറത്ത്, എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ശകലം വെള്ളം കുളിക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് ആ പെങ്ങള്, ആ സഹോദരി ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ എന്നെ പരിഹസിക്കേണ്ട. മഹാനായ ആരിഫായ സൂഫിയായ ഇമാം യാഫി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാം. അല്ലാഹു തആല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഏതൊക്കെ സഹോദരിമാരുണ്ടോ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.